സർവാഭരണ വിഭൂഷിതനായ യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള ശ്രീധർമ്മശാസ്താവിനെ കണ്ടു തൊഴുകയാണ് ഈ ഭക്തരൊക്കെയും. അവരുടെ മനസ്സ് നിറയുന്ന സമയമാണിത്, അവരുടെ ഹൃദയം നിറയുന്ന മകരജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നു. പൊന്നമ്പലം വീട്ടിലെ ദിവ്യ ജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നു. മകരജ്യോതി തെളിഞ്ഞു. അയ്യപ്പന്റെ മകരജ്യോതിസ്, അയ്യപ്പന്റെ ശബരിമലയുടെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ 3 വട്ടവും മകരജ്യോതി തെളിഞ്ഞു. ഈ മകരജ്യോതി ഇനി കാണാൻ 1 വർഷത്തെ കാത്തിരിപ്പാണ്. സർവാഭരണ വിഭൂഷിതനായ യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള ശ്രീധർമ്മശാസ്താവിനെ കാണാനും 1 വർഷത്തെ കാത്തിരിപ്പ് നടത്തണം. അങ്ങനെ 4 വേദങ്ങളെ, 6 ശാസ്ത്രങ്ങളെ, ചതുരുപായങ്ങളെ, 4 ജാതികളെ പ്രതിനിധീകരിക്കുന്ന പൊന്നു 18-ാം പടി കയറി വന്ന ഓരോരുത്തരും ആ ദർശന പുണ്യമേറ്റുവാങ്ങി ഇനി മലയിറങ്ങും. അടുത്ത വർഷവും വന്ന് പൊന്നയ്യപ്പനെ കാണാൻ കഴിയണമേ, തങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവരെല്ലാവരും ആ അയ്യപ്പനെ കണ്ട് ദർശനം മടങ്ങി കുറേ പേർ ദർശിക്കാനായി നിൽക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ, ശ്രീധർമ്മശാസ്താവിനെ ഈ നിൽക്കുന്ന ഓരോ ഭക്തനും കാണാൻ കഴിയും. കൃഷ്ണശിലയിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച തൃപ്പടികൾ കടന്നുകൂടി തത്വമസിയുടെ പുണ്യം തേടാൻ കാത്തു നിൽക്കുന്നവരെ നമുക്ക് 18-ാം പടിക്ക് താഴെ കാണാം. നീ തന്നെയാണ് ഈശ്വരൻ, അഥവാ ഞാൻ നിന്നിൽ തന്നെയുണ്ട് എന്ന പരമമായ സത്യം തിരിച്ചറിയാൻ ആ 18-ാം പടി കയറി മുകളിലെത്തി നിൽക്കുന്ന ഓരോ മനുഷ്യരും മനം നിറഞ്ഞ് ഇനി 18-ാം പടി ചവിട്ടി വീണ്ടും താഴേക്കിറങ്ങുന്ന സമയം.